റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് തേക്കിൻകാനത്ത് റോഡ് ഉപരോധിച്ചു. എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നതിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് തേക്കിൻകാനത്ത് റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട നിരവധി സമരങ്ങളും വകുപ്പുകളിലേക്ക് നിരവധി നിവേദനങ്ങളും സമർപ്പിച്ചെങ്കിലും യാതൊരു പരിഹാരവുമാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ യോഗം ചേർന്ന് കിങ്ങിണി രാജേന്ദ്രൻ ചെയർപേഴ്സണായും VK മാത്യു ജനറൽ കൺവീനറായും മുല്ലക്കാനം എല്ലക്കൽ റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രത്യക്ഷ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. അതിന്റെ ഒന്നാം ഘട്ടമായിട്ടാണ് തേക്കിൻകാനം ജംഗ്ഷനിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. അടിയന്തരമായി നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ കരാറുകാരന്റെ വീട്ടുപടിക്കലേക്ക് സമരം നടത്തുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. 5 കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ പല ഭാഗങ്ങളിലായി 1.5 കിലോമീറ്ററിൽ താഴെ ദൂരമാണ് ഭാഗികമായി ടാർ ചെയ്തത്. പാലത്തിന്റെ പണി ആരംഭിച്ചിട്ടുമില്ല. അടുത്ത മഴക്കാലത്തിന് മുമ്പ് തൂണുകൾ ഉയർത്തിയില്ലെങ്കിൽ പാലം പണിയും പ്രതിസന്ധിയിലാവും. കോൺട്രാക്ടറെയും സൂപ്പർവൈസർമാരെയും വിളിച്ചാൽ എടുക്കാറില്ലെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. യാത്രാ ബസ്സുകളും നിരവധി ടൂറിസ്റ്റുകളും സഞ്ചരിക്കുന്ന മൂന്നാർ തേക്കടി റോഡിന്റെ ഭാഗമായ ഈ റോഡിലൂടെ സർവീസ് ബസ് ഓടിയിട്ട് 3 വർഷക്കാലമായി. ഗവൺമെന്റ് ITI, സാൻജോ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഗതാഗത സംവിധാനമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഗതാഗത സൗകര്യമില്ലാത്ത ഈ സ്ഥാപനങ്ങളിലെ അഡ്മിഷനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. സമരസമിതി കൺവീനർ VK മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരം രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെളിച്ചമായിരുന്ന ഈ സാൻജോ കോളേജിന്റെ ഒരു ഗേറ്റ് പൊളിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നൊരു വാക്ക്, 3 മാസത്തിനുള്ളിൽ ആ കോളേജിന്റെ ഒരു കവാടം അവിടെ പണിതു കൊടുക്കാമെന്ന് പറഞ്ഞു. സ്വമനസാലെ മാനേജ്മെന്റ് അത് നമ്മുടെ റോഡിന് വേണ്ടിയാണ് ഒരു നല്ല കൈനീട്ടി അല്ലെങ്കിൽ എല്ലാ സംവിധാനത്തോടും കൂടി ചെയ്തൊരു പണിയാണ്. പക്ഷെ അത് മാത്രമല്ല, 3 വർഷക്കാലമായി റോഡ് പൊളിച്ചതിന് ശേഷം കൊച്ചു കുട്ടികളെ അംഗൻവാടിയിൽ വിടാന്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന്, ദൈനംദിന കാര്യങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു. എല്ലക്കൽ മുതൽ മുല്ലക്കാനം അല്ലെങ്കിൽ രാജാക്കാട് വരുന്നതിനുള്ള ആളുകൾ, അവരുടെ സങ്കടവും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. ടെക്നിക്കൽ പരമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായെങ്കിൽ സർക്കാർ തന്നെ അത് മുന്നിട്ട് നടത്തേണ്ടതായിരുന്നു. പക്ഷെ 3 വർഷക്കാലമായി ഇനിയും നമ്മൾ നോക്കി നിന്നാൽ ഇത് വലിയ ഒരു സങ്കടത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് സംശയമില്ല. രാജാക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, സമിതി കൺവീനർ ബാബു കൊച്ചുപുര, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിബിൻ C അഗസ്റ്റിൻ, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TM രതീഷ്, സമിതി രക്ഷാധികാരി ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ, ജോസഫ് വട്ടോത്ത്, ജോഷി കന്യകുഴി, ബാബു വെട്ടിക്കാട്ട്, അജയൻ മാടപ്പള്ളിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.